ശ്രീ അനൂപ് ആന്റണി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താഴെപ്പോയ BJP സഖ്യം വലിയ ഭൂരിപക്ഷത്തിൽ ഏകപക്ഷീയമായ കുതിപ്പ് നടത്തി മഹാരാഷ്ട്രയിൽ വിജയം കൊയ്യുന്നു. ഈ 6 മാസം കൊണ്ട് സംഭവിച്ചതെന്ത്? ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തെ വിലയിരുത്തുകയാണെങ്കിൽ ഒരു 5 പോയിന്റ്സ് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാദം മുമ്പോട്ട് വെക്കാം. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് പിന്നിൽ പ്രവർത്തിച്ച 5 വലിയ കാരണങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ 1, ബ്രാൻഡ് മോദി എന്ന് പറയുന്ന വലിയൊരു ഫാക്ടർ. നമുക്കറിയാം 2014 മുതൽ ഇങ്ങോട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോക നേതാവിന്റെ പോപ്പുലാരിറ്റി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ആ ബ്രാൻഡ് മോദി എന്ന് പറയുന്ന അതിൽ ഇടിവുണ്ട് എന്ന രീതിയിൽ ഒരു കള്ളപ്രചരണം നടത്താൻ ഓപ്പോസിഷന് ഒരു പരിധിവരെ സാധിച്ചു. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് ഹരിയാന തെരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള മഹാരാഷ്ട്രയിലെ മിന്നുന്ന തെരഞ്ഞെടുപ്പ് വിജയമായിക്കൊള്ളട്ടെ, ബ്രാൻഡ് മോദി തന്നെയാണ് ഇന്ന് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഏറ്റവും ലോകാരാധ്യനായിട്ടുള്ള നേതാവ് തന്നെയാണ് ഭാരതത്തിന്റെ നേതാവ് എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. എന്റെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നമുക്ക് മഹാരാഷ്ട്രയില് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും സർക്കാർ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള സർക്കാരും ഒരു അലയൻസിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ അലയൻസ് നമുക്കറിയാം 3 മുഖ്യമായ പാർട്ടികൾ, ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള 3 മുഖ്യമായ പാർട്ടികൾ, ശിവസേനയും NCPയും അടക്കമുള്ള പാർട്ടികളോടൊപ്പമുള്ള അലയൻസ്. ഈ കഴിഞ്ഞ ഇത്രയും വർഷക്കാലം ഒരു അപസ്വരം പോലും ഇല്ലാതെ ഈ മുന്നണിയെ വളരെ ചിട്ടയോടുകൂടി ഒറ്റക്കെട്ടായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു വിജയത്തിന്റെ രണ്ടാമത്തെ വലിയ കാര്യം. കാരണം നമ്മൾ കണ്ടതാണ് ഹരിയാന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ കോൺഗ്രസിന്റെ അവരുടെ ഉള്ളിലുള്ള പാർട്ടികൾ തന്നെ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ തട്ടുപൊളിപ്പൻ മുന്നണിയുടെ പോരായ്മകളെ കുറിച്ച് അവരുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞത് നമ്മൾ വ്യക്തമായി കണ്ടതാണ്. അതുകൊണ്ട് ഇതാണ് രണ്ടാമത്തെ വിജയത്തിന് പിന്നിലുള്ള കാരണം. മൂന്നാമത്തെ വിജയത്തിന് പിന്നിലുള്ള കാരണം, ഞങ്ങളുടെ മെസ്സേജിങ് വളരെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇപ്പോൾ നരേന്ദ്രമോദിജി തന്നെ കൊടുത്തൊരു മുദ്രാവാക്യമാണ് ഏക് ഹേ തോ സൈഫ് ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സുരക്ഷിതരാണ്, നമ്മൾ ശക്തരാണ്. ആ സന്ദേശം നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ മുനമ്പം സമരത്തിന്റെ വിജയത്തിന് പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അവിടുത്തെ ഹിന്ദു ക്രൈസ്തവരായിട്ടുള്ള എല്ലാ മതവിഭാഗം, എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് മുനമ്പം സമരം വിജയിച്ചത് എന്ന് പറയുന്നത് പോലെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ പിന്നിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ കാരണം അവിടുത്തെ എല്ലാ ജനങ്ങളും ഈ ശ്രീ രാഹുൽ ഗാന്ധി മുമ്പോട്ട് വെക്കുന്ന കാസ്റ്റ് സെൻസസ് അടക്കമുള്ള ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിൽ വീഴാതെ ഒറ്റക്കെട്ടായി നിൽക്കാൻ മഹാരാഷ്ട്രയിൽ സാധിച്ചു. നാലാമത്തെ മുഖ്യമായ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ വികസന കാര്യങ്ങളും നമുക്കറിയാം നരേന്ദ്രമോദി തന്നെ മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഓരോ പദ്ധതികളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJPക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ ലാഡ്ലി ബഹീൻ യോജന ായിട്ടുള്ള പല സ്കീമുകളും കൊണ്ടുവന്ന് അവിടുത്തെ സർക്കാരും വളരെ ചിട്ടയോടുകൂടി പ്രവർത്തിച്ചു. അഞ്ചാമത്തെ ഏറ്റവും വലിയ പോയിന്റ്, ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു അവിടുത്തെ പാർട്ടിക്ക്. അതുകൊണ്ട് തന്നെ പാർട്ടിയും മറ്റ് സംഘടനകളും, ഇപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ചിട്ടയോടുകൂടി വളരെ സയന്റിഫിക് ആയിട്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലം കൂടിയാണ്. അതുകൊണ്ട് ശ്രീ അനൂപ് ആന്റണി, 2019 മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഓർമ്മയിൽ ഉണ്ടാകുമല്ലോ. ഒരു ധാരണ അംഗീകരിക്കാനാവാതെ കൂടെ നിന്ന് ജയിച്ചവർ വഞ്ചിച്ച് ഇറങ്ങിപ്പോയപ്പോൾ BJP പ്രതിരോധത്തിലായിരുന്നു. അതിനൊരു മധുര പ്രതികാരം കൂടിയല്ലേ ഉദ്ധവിന്റെ 19 സീറ്റിലേക്കുള്ള ചുരുക്കം? തീർച്ചയായിട്ടും ആ ഉദ്ധവിൽ നിന്ന്, അന്ന് ആ ചതിയിൽ നിന്ന് പുറത്തു വന്ന ഏക്നാഥ് ഷിൻഡെ എന്ന് പറയുന്ന അവരുടെ നേതാവ്, ശിവസേനയുടെ നേതാവ്, അദ്ദേഹത്തിന്റെ പാർട്ടി നേടി അത്രയും പോലും വോട്ട് ആ മുന്നണിക്ക് പോലും നേടാൻ അത്രയും പോലും സീറ്റ് ആ മുന്നണിക്ക് പോലും നേടാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു മധുര പ്രതികാരത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഇന്ന് BJP നിൽക്കുന്നത് 122, 23, 125ഓളം സീറ്റിന് അടുപ്പിച്ചാണ്. 131, ഏറ്റവും ലേറ്റസ്റ്റ് കണക്കിൽ 131 എന്ന് പറയുമ്പോൾ അതിന്റെ 7 ഏലത്ത് വരാത്ത രീതിയിൽ, അതും നമ്മൾ ആലോചിക്കണം, മുഖ്യമായ 6 പാർട്ടികൾ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ 6ാം സ്ഥാനത്താണ് ഉദ്ധവ് താക്കറെ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ആദിത്യ താക്കറെ ജയിച്ചോ എന്ന് എനിക്കറിയില്ല, കാരണം അദ്ദേഹം വളരെ നേരം പിന്നിലായിരുന്നു. മിലിന്ദ് ദേവറ എന്ന് പറയുന്ന നേതാവിനോട് മത്സരിച്ച് പിന്നിലായിരുന്നു. അദ്ദേഹം ജയിച്ചോ എന്ന് നോക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ ഉദ്ധവിന്റെ രാഷ്ട്രീയത്തിന് ഇതോടുകൂടി തിരശ്ശീല വീഴാൻ പോകുന്ന. അതുകൊണ്ടാണ് ഈ ചോദ്യം. അതായത് ഭരണപരമായ നേട്ടമുണ്ടാക്കി, അതായത് രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കി ഭരണത്തിലേക്ക് എത്തുന്നു. ഇനി രാഷ്ട്രീയത്തിൽ ഇനിയുമേറെ നേട്ടം പ്രതീക്ഷിക്കുന്നില്ലേ അവിടെ BJP തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ? അതായത് ഉദ്ധവിന്റെ ദയനീയ പരാജയം, NCPയുടെ ശരത് പവാറിന്റെ ദയനീയ പരാജയം, ഇതൊക്കെയും ആ പാർട്ടിക്കുള്ളിൽ ഇനിയും ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധികളിൽ
BJP ഉണ്ടാക്കാൻ പോകുന്ന നേട്ടം, രാഷ്ട്രീയ നേട്ടം, ആ മുന്നണി ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ നേട്ടം, അതൊന്ന് ചിന്തിക്കാം. തീർച്ചയായിട്ടും. കാരണം ആ പാർട്ടിയിൽ ഉദ്ധവ് ഠാക്കറെ നയിക്കുന്ന പാർട്ടിയിൽ കൊള്ളാവുന്ന ഒരു നേതാവ് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ തന്നെ. ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം കഴിയുന്നതോടുകൂടി ഈ പാർട്ടി ഇറലവന്റ് ആയിട്ട് മാറും. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഇറലവന്റ് ആയി മാറുന്ന ഒരു കാഴ്ചയായിരിക്കും ഇനി വരാൻ ദിവസങ്ങൾ കാണാൻ സാധിക്കുക. അതിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെ അതൊരു അവസരം ലഭിച്ചു. ആ പാർട്ടിയെ നമുക്കറിയാം, ബാലാസാഹബ് ഠാക്കറെയുടെ എത്രയോ മഹത്തരമായ ആശയങ്ങളുമായി ഉണ്ടാക്കിയെടുത്ത ഒരു പാർട്ടിയായിരുന്നു. ആ ആശയങ്ങളെല്ലാം ചവിട്ടിപ്പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ അപ്പീസ്മെന്റ് രാഷ്ട്രീയത്തോടൊപ്പം നിന്നുകൊണ്ട് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊള്ളാൻ ആ രീതിയിൽ തരം താണ ഒരു രാഷ്ട്രീയം കളിക്കാൻ ഉദ്ധവ് ഠാക്കറെ അദ്ദേഹത്തിന്റെ അഹങ്കാരം, അദ്ദേഹത്തിന് അഹന്ത കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. അതിന് കൃത്യമായി ജനങ്ങൾ മറുപടി കൊടുത്തു. അദ്ദേഹത്തിന്റെ അഹങ്കാരം ഇതോടുകൂടി ജനങ്ങളുടെ മറുപടിയോടുകൂടി അവസാനിക്കും. ഈ രാഷ്ട്രീയം ഇനി മഹാരാഷ്ട്രയിൽ ഉണ്ടാവില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി തെളിയിച്ചിരിക്കുകയാണ്. അതിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അവസരം ലഭിച്ചതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകനും അഭിമാനമുണ്ട്. കാരണം മഹാരാഷ്ട്ര എന്ന് പറയുന്നത് നമുക്കറിയാം ഛത്രപതി ശിവാജി മഹാരാജിന്റെ മണ്ണാണ്, ബാലാസാഹബ് ഠാക്കറെയുടെ മണ്ണാണ്. ആ മണ്ണിൽ നിന്നുകൊണ്ട് ഇതുപോലൊരു അപ്പീസ്മെന്റ് രാഷ്ട്രീയം പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്നവരൊപ്പം അല്ലെങ്കിൽ ഭാരതത്തെ ഭിന്നിപ്പിക്കാൻ തയ്യാറെടുക്കുന്നവരോടൊപ്പം ആ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് മഹാരാഷ്ട്രയുടെ മണ്ണിൽ ഒരിക്കലും വേര് പിടിക്കാൻ സാധിക്കില്ല എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പോടുകൂടി കൃത്യമായിട്ട് വ്യക്തമായിട്ടുണ്ട്. നന്ദി ശ്രീ അനൂപ് ആന്റണി.